ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും എന്റെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ഞങ്ങളുടെ ശ്രീകൃഷ്ണ ജയന്തി ഞങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചെന്നുള്ളത് കാണിച്ചു തരാമേ. ഹലോ ഗായ്സ്, ഇത് 2 ദിവസം മുന്നേ വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ആദ്യമേ തന്നെ എന്റെ വോയിസ് അടഞ്ഞിരിക്കുകയാണ്. എനിക്ക് നല്ല പനിയാണ്, ടെമ്പറേച്ചർ 101. സാരല്ല, അതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനൊരു തടസ്സമല്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാൽ, ശ്രീകൃഷ്ണ ജയന്തി ഞായറാഴ്ചയായിരുന്നു. ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ശനിയാഴ്ച നൈറ്റ് തന്നെ ഇവിടുന്ന് വണ്ടി കയറി. അമ്പലത്തിലും പോയി, ചന്ദനവും കിട്ടി. ഗുഡ് ബോയ്. ആശ്രമോൻ ഈശ്വരഭക്തി കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് കുറച്ച് പൂവൊക്കെ പറിച്ച് അമ്പലത്തിൽ പോയി. ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ചേച്ചി അടുത്തുള്ള കൃഷ്ണനടയിൽ പോയേക്കുക. കൃഷ്ണ ജയന്തി ആശംസകൾ. എവിടെ പോയിട്ട് വരുന്നു? അവൾക്ക് ഈ ക്യാമറയുടെ ഫ്രണ്ട് വരുന്നേക്ക് ഭയങ്കര നാണക്കേടാണ് കേട്ടോ. പക്ഷെ ഞാൻ വെറുതെ വിടാറില്ല, എല്ലാവരെയും എന്നെ കണ്ടന്റ് ആക്കാൻ. അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. രാവിലെ ചേച്ചി അമ്പലത്തിൽ പോയി പൊങ്കാലയൊക്കെ ഇട്ടു. ആശ്രമോൻ രാവിലെ കുറച്ച് പൂവൊക്കെ പറിച്ചുകൊണ്ട് അമ്പലത്തിൽ പോയി. അപ്പൊ ഇത്രയൊക്കെയുള്ള വിശേഷം. ഇനി ഞങ്ങൾ നേരെ ഞങ്ങളുടെ മുത്തശ്ശിനെ കാണാൻ വേണ്ടിയിട്ട് അഞ്ചല് പോവാണ്. മുത്തശ്ശി വീണ് കാലിനൊക്കെ ഫ്രാക്ചർ ഉണ്ട്. ഞങ്ങൾക്ക് 2 പേർക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. പാതിരാത്രി യാത്ര ചെയ്ത് വന്നതിന്റെ ക്ഷീണം എനിക്കും, അവൾക്ക് വെളുപ്പിനെ എണീറ്റ് പൊങ്കാലയൊക്കെ ഇട്ട പൊക്കയൊക്കെ കൊണ്ട ക്ഷീണവും. ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഇരുന്ന് ഉറങ്ങി കേട്ടോ. അവൾ ഉറങ്ങുമ്പോൾ ഞാൻ ഉണർന്നിരിക്കും, ഞാൻ ഉറങ്ങുമ്പോൾ അവൾ ഉണർന്നിരിക്കും. സ്റ്റോപ്പ് എങ്ങാനും തെറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ, കുറെ നാളായി വന്നിട്ട്, അതുകൊണ്ട് വലിയ പിടുത്തവും ഇല്ല. അഞ്ചലെത്തിയപ്പം നല്ല വിശപ്പ്. ഞങ്ങൾ പണ്ടൊക്കെ കൃത്യമായിട്ട് കയറുന്നൊരു കടയുണ്ട് കേട്ടോ. ഇന്നത്തെ പേരെന്താണെന്നറിയില്ല, പക്ഷെ പണ്ട് അത് മാതാ റെസ്റ്റോറന്റ് ആയിരുന്നു. അവിടെ കയറി ചോറൊക്കെ കഴിച്ചു കേട്ടോ. വാ നോക്കങ്ങോട്ടെ. എന്നെ പേടിക്കുന്നത് എന്തിനാണ് ഗൈസ്? ഞാൻ ചതിക്കുവോ? ഒരിക്കലും ഞാൻ നാട്ടിൽ പോയി പിന്നെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ച് വൈകുന്നേരം ആയപ്പോൾ തിരിച്ചു. അപ്പൊ ബൈ.